നമസ്കാരം. തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചെന്ന തരത്തിൽ പുറത്തുവന്ന വാർത്തകൾ തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. രാജ്യസന്നദ്ധത അറിയിച്ചു, നിങ്ങൾ അറിഞ്ഞോ, ഞാൻ അറിഞ്ഞില്ല എന്ന കുറിപ്പുമായിട്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത്. റിപ്പോർട്ടർ ചാനലാണ് സുരേഷ് ഗോപി രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന് വാർത്ത നൽകിയത്. സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: സുരേഷ് ഗോപി രാജ്യസന്നദ്ധത അറിയിച്ചു, നിങ്ങൾ അറിഞ്ഞിരുന്നോ, ഞാൻ മാത്രം അറിഞ്ഞില്ല കേട്ടോ. സത്യം അറിയാൻ ഒരൊറ്റ ക്ലിക്ക് മതി. അതുകൊണ്ട് ഇത്തരം സിനിമാ കഥകൾ വിശ്വസിച്ച് ആരും സമയം കളയരുത്. വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നവരോട് അത് ശരിയല്ല, ഇനിയെങ്കിലും മാറ്റണം എന്നുമാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. നിരവധി സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും മന്ത്രിയായ ശേഷം സിനിമ ചെയ്യാനാകാത്ത സാഹചര്യമുണ്ടെന്നും നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചുവെന്നുമായിരുന്നു വാർത്തയുടെ ഉള്ളടക്കം. ഈ മാസം പകുതിയോടെ മന്ത്രിസഭാ പുനഃസംഘടനയുണ്ടാകുമെന്നും തനിക്ക് സിനിമാ അഭിനയം തുടരണമെന്നുമാണ് ആഗ്രഹമെന്നും ഇക്കാര്യം അമിത് ഷാ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചുവെന്നും വാർത്തയിലുണ്ടായിരുന്നു. തനിക്ക് സിനിമാ അഭിനയം തുടരണമെന്നതാണ് ആഗ്രഹം. ഒരുപാട് സമ്പാദിക്കണമെന്നുണ്ട്. ഇപ്പോൾ വരുമാനം നല്ല നിലയിൽ നിലച്ചു. പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ് താൻ. തന്നെയൊന്ന് കേന്ദ്രമന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി സദാനന്ദനെ മന്ത്രിയാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവ ലക്ഷ്യം വെച്ചുള്ള മന്ത്രിസഭ പുനഃസംഘടനയ്ക്കാണ് ബി.ജെ.പി. ഒരുങ്ങുന്നത്. കേന്ദ്രമന്ത്രിസഭയിൽ ഏറ്റവും അധികം ആരോപണം നേരിടുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുമോ എന്നാണ് ആകാംക്ഷ. പ്രതിപക്ഷ പാർട്ടികളും CJP അടക്കമുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും മന്ത്രിയുടെ രാജിക്കായി മുറവിളി ശക്തമാക്കുന്ന സമയം കൂടിയാണ്. 10 മുതൽ 12 വരെ വകുപ്പുകളിൽ അഴിച്ചുപണിക്ക് സാധ്യതയാണ് കാണുന്നത്. റെയിൽവേ, ധനമടക്കം പ്രധാന വകുപ്പുകളിൽ അഴിച്ചുപണിക്ക് സാധ്യത പറയുന്നു. ഇങ്ങനെയായിരുന്നു വാർത്ത. ഏതായാലും സുരേഷ് ഗോപി തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നതിനാൽ രാജ്യ അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ്. നിരവധി സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും അതിനായി സാഹചര്യം ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. 2 വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനമാണ് സുരേഷ് ഗോപി വഹിക്കുന്നത്. ഇത്തവണ രാജ്യസഭാ കാലാവധി പൂർത്തിയായ ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം നഷ്ടമായേക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് കേരളത്തിൽ നിന്നുള്ള 2ാമത്തെ മന്ത്രിയും പിന്മാറിയേക്കുമെന്ന സൂചനകൾ ചില മാധ്യമങ്ങൾ നൽകിയത്. എന്നാൽ ഈ വാർത്തകളിൽ അല്പം പോലും വാസ്തവമില്ലെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. അതേസമയം കേന്ദ്രമന്ത്രിസഭയിലും ബി.ജെ.പി. സംഘടനാ തലത്തിലും വലിയ അഴിച്ചുപണി നടക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് ചർച്ചകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകുകയാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ മധ്യപ്രദേശിൽ നിന്നും വീണ്ടും അവസരം ലഭിക്കാതെ പോയതാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് തിരിച്ചടിയായത്. ജൂൺ 18 നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം നഷ്ടമാകുമെന്ന് ഉറപ്പാണ്. മന്ത്രിയായി തുടരുന്നതിന് പാർലമെന്റ് അംഗത്വം അനിവാര്യമാണെന്നിരിക്കെ കുര്യനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ലെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വലിയ രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത്. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ കനത്ത തിരിച്ചടിയും പാർട്ടിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് തന്ത്രങ്ങൾ വിചാരിച്ചത്ര ഫലം കണ്ടില്ലെന്ന പാർട്ടിയിലെ ആഭ്യന്തര വിമർശനങ്ങളുമാണ് കുര്യന് തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തൽ. എങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടമാകുന്ന ജോർജ് കുര്യനെ പാർട്ടി സംഘടനയുടെ ഏതെങ്കിലും പ്രധാന ദേശീയ പദവിയിലേക്ക് പരിഗണിച്ചേക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ജൂൺ 15-നും 18-നും ഇടയിൽ നടക്കുമെന്ന് കരുതുന്ന ഈ വലിയ അഴിച്ചുപണിക്ക് പിന്നിൽ കൃത്യമായ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മണിപ്പൂർ, ഗോവയടക്കം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 7 പ്രധാന സംസ്ഥാനങ്ങളിലെയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും സാമൂഹ്യ സമവാക്യങ്ങൾ കൂടി മനസ്സിൽ കണ്ടാണ് ബി.ജെ.പി. ഈ പുനഃസംഘടനയ്ക്ക് രൂപം നൽകുന്നത്.